ഇഷ്ടപ്പെട്ടു തോന്നി? ഈ കാലത്ത് ഒരു റെഗുലറായി സംഭവിക്കുന്നുണ്ടല്ലോ, കുട്ടേട്ടന് നല്ല സ്ട്രൈക്കിംഗ് ആയി തോന്നി, നന്നായിട്ട് മനസ്സിലാക്കുന്ന അങ്ങനെ സ്പോട്ട് ഡബ് ചെയ്ത ഒരു നല്ല സീനുണ്ടോ? ഞാൻ കാർബൺ എന്ന സിനിമ ചെയ്തു. കാർബൺ അത് സ്പോട്ട് ഡബിങ് ആയിരുന്നു. പിന്നെ ഞാനും ബിജുമേനോനും കൂടി ഒരു പടം ചെയ്തു, അതും ഇതാ സ്പോട്ട് ഡബിങ് ആയിരുന്നു. അതും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് മനസ്സിലായി, എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം പ്രത്യേകിച്ച് ക്യാരക്ടർ റോളുകൾ ചെയ്യില്ലേ. ഇപ്പം ഈ അപ്പൂപ്പൻ്റെ ക്യാരക്ടറില്ലേ, ഞാൻ 14 ദിവസം എടുത്ത് ഡബ് ചെയ്യാൻ. എന്നുവെച്ചാൽ ശബ്ദം ഇങ്ങനെ, ഈ ശബ്ദം ഇതിൻ്റെ വേരിയേഷൻസ് ഒക്കെ പതുക്കെ പറയണം, അത്ര ശബ്ദത്തിൽ പറയണം. ഇത് പറയുമ്പോൾ എൻ്റെ തൊണ്ട പോവും. അപ്പോൾ അത് അന്നേരം എടുത്തു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ അന്നേരം എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. ഈ കൈയുടെ കാര്യം നോക്കണം, നടക്കണം, കതവ് തുറക്കണം, അത് അടയ്ക്കണം, പിന്നെ ഈ നോട്ടം 100 കാര്യങ്ങളാണ് ഞാൻ ആലോചിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അന്നേരം സൗണ്ട് എനിക്ക് കുഴപ്പമില്ല. സൗണ്ട് അങ്ങനെ ഇത് ബാക്കി മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ശബ്ദം ഞാൻ പിന്നെ ചെയ്തോളാം. അപ്പോൾ എന്നെപ്പറ്റി അത് ബാധകമല്ല, എന്നെ ബാധിക്കുന്ന. മറ്റേത് ഡബിങ് കൂടെയാണ്. ഞാൻ ഡയലോഗ് ഓർത്തിരിക്കണം, ഡയലോഗ് തെറ്റാൻ പാടില്ല. അപ്പോൾ എനിക്ക് എക്സ്പ്രഷൻ വിട്ടുപോകും. അല്ല, ഞാൻ കോൺഷ്യസ് ആവും, നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഡയലോഗിലാവും. ഞാനിപ്പോൾ ഇപ്പോഴും എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ഡയലോഗ് ഫുൾ പഠിച്ചിട്ട് ഞാനങ്ങ് മറക്കും. എന്നിട്ട് എനിക്ക് പ്രോംപ്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്കറിയാം, മാറ്റർ അറിയുമ്പോൾ ഒന്ന് തോണ്ടിത്തരണം എനിക്ക്. അപ്പം അല്ലെങ്കിൽ എനിക്കുള്ള പ്രശ്നം വെച്ചാൽ അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ പറയാം, അപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 1/2 പേജ്. അപ്പോൾ നമ്മളാ ബുക്കിൽ എഴുതി വെച്ച പാരഗ്രാഫിൻ്റെ ആദ്യത്തെ ലൈൻ ഇതൊക്കെയാണ് ഓർക്കുന്നത്. പിന്നെ ഓർക്കുമ്പോൾ എൻ്റെ എൻ്റെ അറിയാതെ എൻ്റെ ഒരു വേറെ സംഭവം. നമ്മളിപ്പോൾ ഒരാൾ ഒന്ന് ആലോചിച്ച് പറയുമ്പോൾ നമ്മൾ പഴയ കാര്യമാണെന്ന് വെച്ചോ, പഴയ കാര്യമാണ് നമ്മുടെ വലതുവശത്തായി എന്നെ സംബന്ധിച്ച് പണ്ട് കോളേജ് പഠിച്ച ഇങ്ങനെ നോട്ടമാണ് പോകുന്നത്. നമ്മൾ പുതിയ കാര്യത്തെ പറ്റി ചിന്തിക്കുകയാണല്ലേ, നമ്മുടെ ഇടതുവശം ഒരു കഥാപാത്രം ഇങ്ങനെ കഥയൊക്കെ ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ഇടത്തോട്ടായിരിക്കും, ഇടത്തേക്ക്. അതുകൊണ്ടാണ് നമുക്ക് ഈ ചില ആൾക്കാർ പഴയ കാര്യങ്ങൾ ഓർത്തേ ഇങ്ങനെ നോക്കിയാൽ ബോറായിട്ട്. എന്തുകൊണ്ട് അതൊരു ഇൻകോൺഗ്രിവിറ്റിയാണ്. അത് പ്രേക്ഷകന് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവില്ല, പക്ഷേ തെറ്റാണെന്ന് മനസ്സിലാവും. കാരണം ഏതാ, നമ്മുടെ ഈ കണ്ണിൻ്റെ ഒരു ചെറിയ മൂവ്മെൻറ്റ് പോലും ഈ പറഞ്ഞ ഇതിലെല്ലാം ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ഈ എക്സ്പ്രഷൻസ് കറക്റ്റ് ആയാൽ പ്രേക്ഷകൻ അപ്പം കിട്ടും. പിന്നെ മാറിപ്പോയാൽ തീർന്നു. അല്ല, എന്തോ കുഴപ്പം തോന്നി, കാര്യം മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞ ഇതാണ്, നമ്മൾ പഴയ കാര്യം ചിന്തിക്കുമ്പോൾ വലത്തോടും, പുതിയ കാര്യങ്ങൾ ഇങ്ങോട്ടും ആയിരിക്കും. ചിലപ്പോൾ അല്ലാത്തവരുണ്ടാകാം, ചിലപ്പോൾ ഓപ്പോസിറ്റുള്ള ഇടത് കൈ വശമുള്ളവരില്ലേ, ഇടം കൈയന്മാരില്ലേ, അങ്ങനെ അവർക്ക് വ്യത്യാസം കാണും.